ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനോമലി സ്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുരക്കത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് ഈ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതായത് ഇങ്ങനത്തെ വീട്ടിലെ പുതിയ വീട്ടിലെ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഒരു രസമല്ലേ. അതുപോലെ നമ്മൾ ഈ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുക, അതൊക്കെ ഒരു രസമുള്ളൊരു കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ അതിൻ്റെ സന്തോഷവും അനോമലി സ്കാനിൻ്റെ അതൊരു സന്തോഷമായിരുന്നു വെച്ചാൽ കാണിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനാണ്. പക്ഷെ എന്നാലും നമ്മൾ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ കാണട്ടെങ്ങോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സ്കാൻ ചെയ്യുന്നിടത്താണ് കേട്ടോ. അപ്പം സ്കാൻ ചെയ്യാൻ തന്ന ഡോക്ടറുടെ സ്ഥലം ലക്ഷ്മി മേഘൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ശീതലാണ് സ്കാൻ ചെയ്യുന്നത്. അതെനിക്കറിയില്ലായിരുന്നു, റിപ്പോർട്ട് വന്നപ്പോഴാണ് പേരുണ്ടത്. അപ്പോൾ സ്കാൻ ചെയ്യുന്ന ടൈമിൽ ആദ്യം നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണം. അതുപോലെ നമ്മൾ എല്ലാ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇതുവരെ കഴിഞ്ഞ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം അവിടെ. ഓക്കെ, അങ്ങനെ ഇതാണ് സ്കാൻ റൂം. പക്ഷേ ബാക്കിൽ കൂടിയാണ് കേട്ടോ നമ്മളെ കയറ്റില്ല, ഇതിന് മുമ്പിലല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതവിടെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഫുഡ് നമ്മൾ ഇലൈറ്റ് നിന്നാണ് കഴിച്ചത്, കാഞ്ഞങ്ങാട് ഇലൈറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ പൊറോട്ട, നൂഡിൽസ്, ചിക്കൻ ചില്ലി, ഫ്രൈഡ് റൈസ്, ഇത്തിരി സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടാ. പിന്നെ ഒരു ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അത് പറയുന്നുണ്ട് വൈൻഡപ്പിൻ്റെ ടൈമിൽ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സ്കാൻ ചെയ്യുന്ന ടൈമിൽ എക്കാനും ഷെൻജുനൊന്ന് കയറ്റി കാണിച്ചു കൊടുക്കാമെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഷെൻജുനെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ടില്ല, എൻ്റെ കൂടെ കൂട്ടാ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഇവർ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഇതെനിക്ക് അറിയില്ലായിരുന്നു. കുറേ പേരെല്ലാം പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ കയറ്റുമായിരിക്കും, നമ്മളാരും ചോദിക്കാത്തത് കൊണ്ടാണെന്നാണ് അധികം പറയുന്നത് കേൾക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ തലേന്നൊക്കെ കുറേ ദൂരന്നിട്ടില്ലാന്ന് കിടന്ന് പഠിച്ചോ നിൽക്കാൻ ഷെൻജാൻ്റെ കയറ്റാൻ പറ്റണേ, കുഞ്ഞിനെ കാണിക്കാൻ പറ്റണമെന്നൊക്കെ സത്യം പറയാണ്. അങ്ങനെ ദൂരന്നിട്ടൊക്കെയാണ് ഞാൻ കിടന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രാർത്ഥന പഠിച്ചോ കേട്ടു. അപ്പോൾ അവിടെ എത്തി റിപ്പോർട്ടും കാര്യങ്ങളും അവിടെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിന്. 2 ഡേയ്സ് മുന്നേ അവിടെ ടോക്കൺ എടുത്ത് വെച്ചിന് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ടാ. അങ്ങനെ റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു ചെയറിൽ കൊണ്ടുപോയി ഇരുത്തും നമ്മളെ. അപ്പം അവിടെ ഇരുത്തിയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അവരോട് ചോദിച്ചു ഹസ്ബൻഡിനെ കയറ്റാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. മുന്നേ ഇവിടെ ഒരു നമ്മളെ തങ്കയത്ത് പ്രൈം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ ചോദിച്ച ടൈമിൽ ഇല്ല കയറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ ഇവർ ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു കുറച്ചൊരു എന്തായി സമാധാനം, ചിലപ്പോൾ കയറ്റുമായിരിക്കുമല്ലേ എന്നുള്ളൊരു ചെറിയൊരു സന്തോഷം അപ്പം തന്നെ ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ എന്നെ വിളിക്കാനുള്ള ടൈമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്നെ വിളിക്കുന്നതിനേക്കാൾ ഉപരി ഇവരെ ഇതിനുള്ളിൽ കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരിതായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്നെ കയറ്റി കുറച്ച് കഴിഞ്ഞ ശേഷം അവരെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഇക്കാനും ഷെൻജുനും കൂടി കയറ്റി കാണിച്ചു കൊടുത്തിട്ട് ബേബിനൊക്കെ കാണിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ഷോപ്പിക്സിലേക്കാണ്. നമ്മൾ പുരൻ്റെ സാധനങ്ങളൊക്കെ, അതായത് പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പുരയിലേക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് രാവിലെ സ്കാനിൻ്റെ അടുത്തുള്ള ടോക്കണും വൈകുന്നേരം 4:00 എൻ്റെ ഗൈനിക്കിനെ കാണിക്കേണ്ട ടോക്കണും. അതുകൊണ്ട് ആ ഇടയിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടി. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനും നോക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്തതിനേക്കാളും എന്തൊക്കെ വാങ്ങണമെന്ന് നോക്കാനുള്ള ടൈം കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനൊക്കെ മാഷാഅല്ലാഹ് ഒരുപാട് ടൈം നമുക്ക് കിട്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കണ്ടെയ്നർ കാര്യങ്ങൾ ഒക്കെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നോക്കിയിട്ട് തന്നെ എടുക്കണം എന്നുള്ള കുറച്ച് സാധനങ്ങളാണ്, കുറച്ചധികം സാധനങ്ങളാണ് നമ്മൾ പോയിട്ട് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയാൽ അറ്റം കാണൂല ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നിന്നാൽ. അപ്പോൾ നമ്മളിതെങ്ങനെ അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണാം. ഓക്കെ,
പിന്നെ എൻ്റെ ഗൈനിക്കിനെ കാണിക്കേണ്ട ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ സാധനങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് 2-3 സാധനം കൂടി വാങ്ങാനുണ്ടായിന്. അതുകൊണ്ട് ബില്ല് ചെയ്യാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വേഗം പോയിട്ട് കാണിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു. 1ാമത്തെ ടോക്കണായിരുന്നു വൈകുന്നേരത്തെ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടെ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോക്ടറിനെ കാണാൻ അടുത്ത് കുറച്ചൊന്ന് ടൈം എടുത്തു കേട്ടോ. കാരണം രാവിലത്തെ 2-3 പേഷ്യൻസൊക്കെ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം എടുത്തു. അപ്പം ഡോക്ടറിനൊക്കെ കാണിച്ച റിപ്പോർട്ടൊക്കെ കാണിച്ച് നമ്മളിതാ വീണ്ടും ഇവിടത്തേക്ക് തന്നെ പോയി. അപ്പോൾ 2-3 സാധനങ്ങൾ എടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രശ്നമില്ലല്ലോ, ഹോസ്പിറ്റലൊക്കെ കാണിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം മഗ്‌രിബൊക്കെ ആവാനായിട്ടാണ്. ഈ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ കുറച്ച് ടൈമായി. അങ്ങനെ നമ്മളിതാ ബാക്കിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഫൈനലി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, ബില്ല് ചെയ്യാണ്. എന്നാലും 2-3 ഐറ്റംസൊക്കെ കിട്ടാതെ ഉണ്ടായിട്ടുണ്ടായിന്. അതൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാമെന്നുള്ള രീതിയിൽ നമ്മളിതാ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് പോവാണ്. അപ്പം അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ആയി. ഇനി കുറച്ച് 2-3 ഐറ്റംസ് മാത്രം. നമുക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ ഷെൻജുവിന് എന്താ മുട്ടായി വേണമെന്നിട്ട് ഞാനും ഷെൻജു അവിടെ നിന്ന് വാങ്ങാൻ നിന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാനത് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ വൈൻഡപ്പ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന് പിന്നെ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാ എല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം പിന്നെന്താണ്, കാണാൻ പറ്റുമെന്നറിയില്ല, ഇതാണ് റിപ്പോർട്ട്, നമ്മുടെ ബേബിൻ്റെ പിക്ചർ. അപ്പം ഇത്രയാണ് നമ്മളത്തെ എന്തൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും.